നമസ്കാരം. പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മു സജീവ് എഴുതിയ കുറിപ്പ് കുടുംബം പുറത്തുവിട്ടിരുന്നു. ഇന്നലെയായിരുന്നു അമ്മു മരിക്കുന്നതിന് മുൻപ് എഴുതിയതെന്ന് കരുതുന്ന കത്ത് കുടുംബം പുറത്തുവിട്ടത്. തിങ്കളാഴ്ച ഹോസ്റ്റലിൽ നിന്ന് അമ്മുവിന്റെ വസ്തുവകകൾ പിതാവ് സജീവൻ എടുത്തുകൊണ്ടുപോയിരുന്നു. അതിനിടയിൽ നിന്ന് ലഭിച്ച ഒരു അപൂർണമായ കത്താണ് ഇന്നലെ പുറത്തു വന്നത്. റെസ്പെക്റ്റഡ് മാം, ഞാൻ അമ്മു സജീവ്, INE SME പത്തനംതിട്ടയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. കുറച്ച് നാളുകളായി ചില കുട്ടികളിൽ നിന്നും എനിക്ക് പരിഹാസവും മാനസികമായി ബുദ്ധിമുട്ടിക്കൂ എന്നാണ് അപൂർണമായ ഈ കത്തിലെ ഉള്ളടക്കം. പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയ നടപടിയിൽ തൃപ്തരല്ലെന്നും അമ്മുവിൻ്റെ മരണത്തിന് പ്രിൻസിപ്പലും ഉത്തരവാദിയാണെന്നും പിതാവ് സജീവ് പറയുന്നു. മന്ത്രിയടക്കം ഇടപെട്ടിട്ടും പ്രിൻസിപ്പലിനെയും കോളേജിലെ ആരോപണ വിധേയരായ അധ്യാപകരെയും സംരക്ഷിക്കുന്നത് സിപാസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും അപകടം നടന്നതിനു ശേഷം അമ്മുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആംബുലൻസിൽ അനുഗമിച്ച നഴ്സിംഗ് കോളേജ് അധികൃതർ യാതൊരുവിധ പരിചരണവും നൽകിയില്ലെന്നും പിതാവ് ആരോപിക്കുന്നു. മരണത്തിന്റെ ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ സിപാസ് കേന്ദ്ര ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് കാണിച്ച് ഡയറക്ടർക്ക് കത്തയച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പേരിന് നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് കരുതുന്നത്. പ്രിൻസിപ്പലിനെതിരെ അടക്കം കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ മന്ത്രിമാരെ അടക്കം കാണുമെന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആവശ്യമുന്നയിച്ച് കോടതി സമീപിക്കുമെന്നും പിതാവ് പറയുന്നു. സംഭവത്തിൽ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയിരുന്നു. കേസിൽ പ്രതികളായ 3 വിദ്യാർത്ഥിനികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സിപാസിന് കീഴിലെ സീതത്തോട് കോളേജിലേക്കാണ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയത്. പകരം സീതത്തോട് കോളേജ് പ്രിൻസിപ്പലായിരുന്ന തുഷാരയെ ചുട്ടിപ്പാറയിലേക്ക് മാറ്റി നിയമിച്ചിട്ടുണ്ട്. പ്രതികളായ 3 വിദ്യാർത്ഥിനികൾ കേസിൽ ജാമ്യത്തിലാണിപ്പോൾ. ഇതിനിടയിലാണ് 3 പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയത്. ഇതിനിടെ അമ്മുവിൻ്റെ മരണത്തിൽ പുതിയ പരാതിയുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്കാട്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെയായിരുന്നു അമ്മുവിൻ്റെ അച്ഛൻ സജീവ് പരാതി നൽകിയത്. ലോഗ് ബുക്ക് കാണാതായെന്ന് പറഞ്ഞ് അമ്മുവിനെ അധ്യാപകൻ സജിയും കേസിൽ പ്രതികളായ വിദ്യാർത്ഥിനികളും ചേർന്ന് മാനസികമായി പീഡിപ്പിച്ചെന്ന് അച്ഛൻ സജീവ് ആരോപിച്ചു. പ്രതികളായ വിദ്യാർത്ഥിനികളെ ഒരു വശത്തും അമ്മുവിനെ ഒരു വശത്തും നിർത്തിക്കൊണ്ട് കൗൺസിലിംഗ് എന്ന പേരിൽ കുറ്റവിചാരണ നടത്തുകയായിരുന്നു. 2 മണിക്കൂറിലധികമാണ് അധ്യാപകനായ സജി അമ്മുവിനെ കുറ്റവിചാരണ ചെയ്തതെന്നും ഇതിനുശേഷമാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അമ്മു വീണ് മരിച്ചതെന്നും അച്ഛൻ സജീവ് പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും ഇന്നലെ സജീവ് പറഞ്ഞിരുന്നു. ഒരു തവണ പറയുന്ന കാര്യമല്ല പ്രിൻസിപ്പൽ പിന്നീട് പറയുന്നതെന്നും പല കാര്യങ്ങളാണ് അവർ പറയുന്നതെന്നും പിതാവ് ആരോപിച്ചിരുന്നു. നേരത്തെ കേസിൽ പത്തനംതിട്ട DYSPക്ക് മുൻപിൽ ഹാജരായ അമ്മുവിൻ്റെ മാതാപിതാക്കൾ മൊഴി നൽകിയിരുന്നു. മകൾക്ക് സഹപാഠികളായ 3 വിദ്യാർത്ഥിനികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനത്തെക്കുറിച്ച് വിശദമായി മൊഴി നൽകിയെന്നും അച്ഛൻ പറഞ്ഞിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് വീഴ്ച പറ്റി. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതായും അച്ഛൻ സജീവ് വ്യക്തമാക്കിയിരുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനായിരുന്നു അമ്മുവിൻ്റെ സഹപാഠികളായ 3 പേരെയും അറസ്റ്റ് ചെയ്തത്. പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശിനി അക്ഷിത, കോട്ടയം അയക്കുന്നം സ്വദേശിനി അഞ്ജന മധു എന്നിവരായിരുന്നു അറസ്റ്റിലായത്. അറസ്റ്റിലായ 3 പ്രതികൾക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജാമ്യം ലഭിച്ചത്. പത്തനംതിട്ട കോടതിയാണ് ഇവർക്ക് ജാമ്യം നൽകിയത്. ആത്മഹത്യ പ്രേരണ കുറ്റമായിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയത്. നവംബർ 15-നാണ് അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അമ്മുവിൻ്റെ മരണം സംഭവിച്ചത്.